അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ യൂട്യൂബ് ചാനലായ മിറർ ഫേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഇന്ന് പലരും വ്യായാമ രംഗത്തുണ്ട്. എന്നാൽ ഇവർ ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നതിൽ നിയന്ത്രണം വേണം എന്ന ഒരു നിലപാട് കാന്തപുരം വിഭാഗം സമസ്ത മുഷാവറ വ്യക്തമാക്കുകയാണ്. വ്യത്യസ്തമായി വ്യായാമം ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് അവരുടെ നിലപാട്. സ്വാഭാവികമായും ഇന്ന് മാറുന്നൊരു സാഹചര്യത്തിൽ ഇത് എങ്ങനെ പ്രായോഗികമായി കൊണ്ടുപോകാൻ കഴിയും എന്ന ചോദ്യം എല്ലാവരിലും ഉയരുകയാണ്. പൊതുവേദിയും ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. കാന്തപുരം വിഭാഗത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന ചോദ്യത്തിന് 58% ആളുകൾ ആ വിഭാഗത്തിന്റെ അഭിപ്രായത്തോടാണ് തങ്ങൾക്ക് യോജിപ്പെന്ന് പറയുന്നത്. 42% ആളുകൾ ഇതിൽ മാറ്റം വേണം എന്ന നിലപാടാണ് വയ്ക്കുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു പ്രധാന വിഷയമായി നമുക്ക് വീണ്ടും വ്യായാമം ഇത് നമ്മൾ പറയുമ്പോൾ മുസ്ലിയാക്കന്മാർക്ക് ഇതൊന്നും തിരിയില്ല, അവരതിനെ ഏത് കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒക്കെ പറയാൻ കുറേ ആളുണ്ടാവും. പക്ഷേ ഇപ്പോൾ വ്യായാമം എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ച് എല്ലാ കുഗ്രാമങ്ങളിലും ടൗണുകളിലും അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല സദസ്സുകളെ സംബന്ധിച്ചും നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട്, എന്ന് മാത്രമല്ല സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ ദീനിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുകയാണ്. ഹറാമ് ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. ആ നിലക്ക് ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ലതല്ലേ? വ്യായാമം വേണ്ടേ എന്ന ഒറ്റ ചോദ്യത്തിൽ ഈ മുസ്ലിയാക്കന്മാർക്കൊന്നും ലോകം തിരിയാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുറേ ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയല്ലാതെ ഈ പറയുന്നത് സത്യമാണോ അല്ലേ, അതിൽ വല്ല കാരണങ്ങളും ഉണ്ടോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു വിഭാഗം ആളുകൾ. പഴയ കാലത്ത് നമ്മുടെ നാടുകളിലെല്ലാം സ്ത്രീകൾക്ക് വളരെ ഹയാ ഉണ്ടായിരുന്നു. പുരുഷന്മാരെ കാണുന്നതും പുരുഷന്മാരെ കേൾക്കുന്നതും അവരുമായി സംസാരിക്കുന്നതും അത് ആവശ്യത്തിന് നിർബന്ധത്തിന് മാത്രം, അതിന് ചില നിബന്ധനകളോട് കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിൻ്റെ നിർദ്ദേശം പാലിച്ചു വരികയായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ചെയ്തിരുന്നത്. ഈ മറ അങ്ങോട്ട് എടുത്തു കളഞ്ഞ് ഇപ്പം വ്യായാമം, അതിനുവേണ്ടി പുരുഷനും സ്ത്രീയും ചെറുപ്പക്കാരികളായ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് പഠിപ്പിച്ച് ഇപ്പോൾ വമ്പിച്ച നാശം ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കേൾവി. നമ്മളത് കാണാൻ പോയിട്ടില്ലല്ലോ, കേട്ടത് അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ കാണാൻ പോയിട്ടില്ല. കേൾക്കുന്നതൊന്നും ശരിയല്ല എന്ന് ചിലപ്പോൾ മറുപടി പറയും. എന്നാൽ അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയാൻ
ഇവർക്ക് സാധിക്കുന്നുമില്ല. അപ്പോൾ തന്നെ ഹറാമായി തെറ്റായ വഴിയിലേക്ക് നമ്മൾ ചെറുപ്പക്കാരെ തിരിച്ചുവിടുന്ന ഒരു വഴിയാണിതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ്. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണെന്ന് പറയേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച പണ്ഡിതന്മാരല്ലയോ? ഖുർആൻ പഠിച്ച ആലിമീങ്ങളല്ലയോ? നബിതങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാരല്ലയോ? അത് നന്നായി ഗ്രഹിച്ച ഇമാമിങ്ങളെ കിതാബുകൾ ഓതി പഠിച്ചവരല്ലയോ? ഇപ്പോ ചിലർക്കൊരു ധാരണയാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിവരമുണ്ടെങ്കിൽ അവരാണ് മതത്തിന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് എന്നൊരു ധാരണയാണ്. ആ ധാരണ ബുദ്ധിയും വിവരവുമുള്ളവരാണെങ്കിൽ തിരുത്തണം. ഏതൊരു വിഷയത്തിലും ആ വിഷയം പഠിച്ചവര് പറയണം. മതനിയമങ്ങൾ പറയേണ്ടത് ആരാണ്? മതനിയമങ്ങൾ പറയേണ്ടത് മതനിയമങ്ങൾ മതഗ്രന്ഥങ്ങൾ ഓതി പഠിക്കാത്ത ഒരു വ്യക്തിയും അല്ല. അവര് നിലവിൽ ഉദ്യോഗസ്ഥന്മാരായാലും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരായാലും ഏത് സ്ഥാനത്തിരുന്നവരാണെങ്കിലും ഇരിക്കാത്തവരാണെങ്കിലും ഏത് മഹത്വങ്ങൾ മറ്റു നിലക്കുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും മതനിയമങ്ങൾ പറയേണ്ടത് മതപണ്ഡിതന്മാരാണ്. അവർക്ക് മാത്രമേ അതിനധികാരമുള്ളൂ. നമ്മൾ ബഹുസ്വര രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ള മതക്കാരുമായി സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കണം. അത് പണ്ഡിതന്മാര് തന്നെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒരു മതം, ആ മതത്തിന്റെ വക്താക്കൾ അവരുടെ മതവുമായി ജീവിക്കുമ്പോൾ അവരെ പരിഹസിക്കുകയോ കളിയാക്കുകയോ കല്ലെറിയുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് മതനിയമം തന്നെ അംഗീകരിക്കുന്നില്ല. അതേസമയം അവനവന്റെ മതത്തിന്റെ കാര്യങ്ങൾ അവനവന്റെ മതത്തിലെ പണ്ഡിതന്മാരല്ലേ പറയേണ്ടത്. ഞാൻ ഇവിടെ വെച്ച് ക്രിസ്തു മതത്തിന്റെ നിയമം പറഞ്ഞാൽ, ഞാൻ ഇവിടെ വെച്ച് ഹൈന്ദവ മതത്തിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ എനിക്കതിന് ആധികാരികതയുണ്ടോ? ഇസ്ലാം മതത്തിന്റെ വിഷയങ്ങൾ അത് പറയേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരാണ്. മുസ്ലിം ആയതുകൊണ്ട് പറയാൻ അധികാരം കിട്ടൂല, മറിച്ച് മുസ്ലിം പണ്ഡിതന്മാരാണ് അത് പറയേണ്ടത്. വേറെ ഏതെങ്കിലും തസ്തികയിലുള്ളത് കൊണ്ടും പറയാൻ പറ്റില്ല, മറിച്ച് ഇസ്ലാമിന്റെ വിഷയങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ പറയും. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ആരും എന്തും പറയാമെന്ന ഒരു ധാരണയിലാണ്, എന്തും ചെയ്യാമെന്നൊരു ധാരണയിലാണ് പലരുടെയും ജീവിത രീതികളും പ്രസ്താവനകളും കാണുമ്പോൾ തോന്നുന്നത്. അപ്പോഴെല്ലാം പണ്ഡിതന്മാർ മിണ്ടാതിരിക്കുമെന്നാണ് പലരും ധരിക്കുന്നത്. അങ്ങനെ ആർക്കും ഒരു ധാരണ വേണ്ട. ഇസ്ലാമിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാർ അവർ ഏത് കാലത്തും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയുന്നതിന് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ രാജ്യത്തും സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ മതത്തിന്റെ നിയമം ഇങ്ങനെയാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഏത് മുസ്ലിം പണ്ഡിതനും ഉണ്ട്. നിങ്ങൾ ഓർക്കൂ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫലാ വറബ്ബിക, തങ്ങളെ റബ്ബിനെ കൊണ്ട് സത്യം, അല്ലാഹു തന്നെ അല്ലാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യാൻ. ലാ യുമിനൂൻ, അവർ വിശ്വാസികളാവൂല, സത്യവിശ്വാസികളാവൂല. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ ഓ നബിയെ തങ്ങളുടെ തീരുമാനം അംഗീകരിക്കണം. حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت. അവിടുന്ന് എടുത്ത തീരുമാനത്തെ കുറിച്ച് ഒരു മനക്ലേശം ഉണ്ടാകാൻ പാടില്ല. അതെങ്ങനെ ഇപ്പൊ ഇക്കാലത്ത് പറയാൻ പറ്റോ? അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് പറയാൻ പറ്റോ? അങ്ങനെ ഒരു മനക്ലേശം ഒന്നും ഉണ്ടാകാൻ പറ്റില്ല.
ഖുർആൻ പ്രത്യേകം പറയാണ് ഏത് രാജ്യത്തും ഇസ്ലാമിന്റെ നിയമം എന്നതാണെന്ന് പറഞ്ഞൂടെ. അതേ സമയത്ത് വേറൊരു മതക്കാരനോട് നീ ഇസ്ലാമിന്റെ മതം അനുസരിച്ച് ജീവിക്കണം എന്ന് പറയാൻ പറ്റില്ല. അത് അവനവന്റെ മതം അനുസരിച്ചായിരിക്കും അവൻ ജീവിക്കുന്നത്. മുസ്ലിമീങ്ങളോട് പറഞ്ഞൂടെ ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്ന് പറഞ്ഞൂടെ. അത് പറയൽ പണ്ഡിതന്മാരുടെ ബാധ്യതയല്ലേ? ആ ബാധ്യത നിർവഹിക്കാത്ത കൊണ്ടല്ലേ ജൂതം നസാറ പണ്ഡിതന്മാര് പഴിച്ചുപോയി എന്ന് ഖുർആൻ പറഞ്ഞത്. ലൗലാ യൻഹാഹുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅഖലിഹിമുസ് സുഹ്ത ലബീസ മാ കാനൂ യസ്നഊൻ. പണ്ഡിതന്മാര് പറയേണ്ടത് തുറന്നു പറഞ്ഞില്ല. അതിന്റെ പേരിൽ അവർ അല്ലാഹുവിന്റെ അടുക്കൽ ശപിക്കപ്പെട്ടവരായി പോയി. ഈ സമുദായത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നുകൂടാ. പണ്ഡിതന്മാര് പറയേണ്ടത് തുറന്നു പറയണം. ഒരാൾ ചോദിക്കുന്നു അന്യ സ്ത്രീയെ അന്യപുരുഷൻ നോക്കിയാൽ എന്താ? ഞാനില്ല, അദ്ദേഹത്തിന് ഖുർആൻ അറിയോ? ഖുല്ലിൽ മുഅ്മിനീന യഖുല്ലൂ മിൻ അബ്സാരിഹിം. ഈമാനുള്ള മുഅ്മിനീങ്ങളോട് സത്യവിശ്വാസികളോട് പറയൂ നബിയേ, യഖുല്ലൂ മിൻ അബ്സാരിഹിം, അവർ അന്യ സ്ത്രീകളിലേക്ക് അതാ അനാവശ്യമായി അല്ലെങ്കിൽ അത്യാവശ്യത്തിനല്ലാതെ നോക്കരുത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം പണ്ഡിതന്മാരെ വിവരണമാണ്. ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ ഒരു സ്ത്രീയെ ചികിത്സിക്കേണ്ടി വന്നാൽ അവിടെ സ്ത്രീ തന്നെ ചികിത്സിക്കാനില്ലെങ്കിൽ പുരുഷനായ ഡോക്ടറെ കാണിക്കേണ്ടി വരും. അവിടെ നോക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇതുപോലെ അതാ ഹജ്ജിന് പോകുന്ന സമയത്ത് എമിഗ്രേഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നിങ്ങളൊന്ന് നിഖാബ് പൊക്കിയിട്ട് ആളെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നിഖാബ് പൊക്കണമെന്ന് പറയുമ്പോ അത് പറ്റൂല എന്ന് ഒരു പണ്ഡിതനും പറയൂല. കാരണം അത് രാജ്യസുരക്ഷയുടെയും യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന്റെയും ഭാഗമാണ്. അതിനാൽ അത് പൊക്കിക്കൊടുക്കുമ്പോൾ എന്റെ ഭാര്യയോട് ഞാനത് പറ്റൂല എന്ന് പറയില്ല. സുഹൃത്തുക്കളെ, പണ്ഡിതന്മാർക്കറിയാം എവിടെ എന്ത് പറ്റും പറ്റൂല എന്നത് പണ്ഡിതന്മാർക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അനിവാര്യ ഘട്ടത്തിലല്ലാതെ എന്ന് പ്രത്യേകം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഒരു ആയിഷയോട് ഒരു പശുവിനെ വാങ്ങി അവൾക്കൊരു 50,000 രൂപ കൈമാറണം. അത് കൈമാറുമ്പോൾ ഈ വാങ്ങുന്നത് ആയിഷയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആയിഷയുടെ മുഖത്ത് നോക്കിയാൽ തെറ്റാണെന്ന് ആരും പറയില്ല. കാരണം 50,000 വാങ്ങിയിട്ട് ചിലപ്പം മറിയം പോയാൽ ആയിഷക്ക് പണം കിട്ടൂല. ഇതുപോലെ ചില അത്യാവശ്യമായ ഘട്ടങ്ങളുണ്ട്. അല്ലാതെ സുബ്ഹാനല്ലാഹ് അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം കണ്ടും നോക്കിയും തുള്ളാൻ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, ദൃഷ്ടി താഴ്ത്തിക്കോളണമെന്ന് ഖുർആനിന്റെ നിർദ്ദേശമാണ്. അതേ നബിതങ്ങൾ തന്നെ അതേ ഖുർആനിന്റെ വിവരണം പറഞ്ഞില്ലേ, അന്നദുറു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പാണ് അന്യ സ്ത്രീകളിലേക്കുള്ള നിങ്ങളെ നോട്ടം. അത് പാടില്ല. അങ്ങനെ ഖുർആനും ഹദീസും പച്ചയായി പഠിപ്പിക്കുന്ന വിഷയങ്ങളെ സുബ്ഹാനല്ലാഹ് നേരത്തെ ഏതോ കസേരയിൽ ഇരുന്നു എന്നതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്ന നിലക്ക് ആരും ഇസ്ലാം തൊട്ട് കളിക്കരുത്, ഖുർആൻ തൊട്ട് കളിക്കരുത്, ഹദീസ് തൊട്ട് കളിക്കരുത്. അത് പറയേണ്ടവര് പറയേണ്ട സമയത്ത് പറഞ്ഞോളും. ഞാനിത് പറഞ്ഞു വരുന്നത് ഇപ്പൊ അങ്ങനത്തെ ഒരു ലോകമായി മാറുകയാണ് നമ്മുടെ കേരളം തന്നെ. ആർക്കും എന്തും ചെയ്യാം. ആരെങ്കിലും ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്ത പണ്ഡിതനെ സുബ്ഹാനല്ലാഹ് സുന്നത്ത് കർമ്മം നടത്തുന്ന പരിപാടിയായിട്ട് വരികയാണ് ഓരോരുത്തർ. അത് വേണ്ട. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തും. അത് നിലനിർത്തുന്നത് പണ്ഡിതന്മാര് മുഖേനയായിരിക്കും. അല്ലാതെ ഇവിടെ ദീൻ നിലനിൽക്കൂല. നമ്മുടെ ദീനീയ സ്ഥാപനങ്ങളുടെ പ്രസക്തി അവിടെയാണ്. നല്ല പ്രഗത്ഭരായ ഏത് സമയത്തും ദീനിന്റെ വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് മനസ്സിലാക്കി അത് നന്നായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന നല്ല നല്ല പണ്ഡിതന്മാർ ഇവിടെ വളരണം. അതിന് ഇസ്സത്ത് പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകണം. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അല്ലാഹുവിനാണ്, വലിറസൂലിഹി അല്ലാഹുവിന്റെ റസൂലിനാണ്, വലിൽ മുഅ്മിനീൻ ഈമാനുള്ളവർക്കുമാണ്. മറ്റുള്ളവർക്ക് ഇസ്സത്തൊന്നും ഉണ്ടാവില്ല. വെറുതെ വിചാരിക്കലുണ്ടോ? ഇസ്സത്ത് അത് അല്ലാഹുവിന്റെ വാഗ്ദത്തമാണ്. ഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും.
എന്റെ കരാറ് നിങ്ങൾ പാലിച്ചോളൂ. എന്നോട് നിങ്ങളുടെ കരാറ് നിങ്ങൾ പാലിച്ചാൽ ഞാൻ നിങ്ങളോടുള്ള കരാറ് പാലിക്കും. എന്താണ് കരാറ്? വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. ഈമാനുള്ളവരെ നമ്മൾ സഹായിക്കുമെന്നത് നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ് നബിയേ. അപ്പൊ ഈമാന് വേണം. ഈമാനുണ്ടോ? ഖുർആൻ പഠിപ്പിച്ച നിയമങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഒരാളും മതപ്പതിക്കൂല. ചില വ്യക്തികളിൽ അവരെ വ്യക്തി ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. ചിലപ്പോൾ മാസൂമായി കൊള്ളണം എന്നില്ല. അത് ചിലപ്പോൾ സാധാരണക്കാരിൽ സംഭവിക്കാം, ചിലപ്പോൾ വിവരമുള്ളവരിൽ സംഭവിക്കാം, ചിലപ്പോൾ ചില നേതാക്കളിൽ സംഭവിക്കാം. തെറ്റ് സംഭവിച്ചു പോവുക എന്നത് ഒന്നാണ്. തെറ്റിനെ ന്യായീകരിക്കുകയും തെറ്റിനെ എടുത്തു പറയുകയും തെറ്റാണെന്ന് പറയുന്നവരെ സുബ്ഹാനല്ലാഹ് അവരെ ഇവിടെ ഇല്ലായ്മ ചെയ്ത് കളയണമെന്ന് ചിന്തിക്കുന്നതും അത് വേറെ ഒന്നാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം. ദീനായി ഇവിടെ നിലനിൽക്കണം. അതിന് അർഹതപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ വളർന്നു വരണം. അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു മുതൽക്ക് പ്രവർത്തിച്ചു വന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ, നിങ്ങളെ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, കൊടിയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ അവിടെ വെച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട്, അൻ യഅലുവ തുഹൂതുൽ വുഊല, തുഹൂത്തുകൾ വുഊലിന്റെ മീതെ വരുന്ന കാലം. അവർ ചോദിച്ചു, അബൂ ഹുറൈറ എന്താണ് തുഹൂത്ത്? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ എന്താണ് തുഹൂത്ത്? ഫുസൂലുർ റിജാൽ, യോഗ്യതയില്ലാത്തവർ, വിവരമില്ലാത്തവർ, അള്ളാഹുവിന്റെ ദീനിന്റെ കിതാബുകളോ ദീനിന്റെ പ്രമാണങ്ങളോ പഠിച്ചിട്ടില്ലാത്ത ആളുകള്, യുർഫഊന ഫൗഖ സ്വാലിഹീഹിം, സജ്ജനങ്ങളായ ആലിമീങ്ങളുടെ മീതെ അവരുടെ സ്ഥാനം വരികയും പണ്ഡിതന്മാരെ അവർ നിയന്ത്രിക്കുന്ന കാലം വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക് റളിയല്ലാഹു അൻഹു അടിച്ചടിച്ച് കൈപൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ എത്ര സംഭവങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെയൊന്നും പണ്ഡിതന്മാര് ചൂളിയിട്ടില്ല, പണ്ഡിതന്മാര് പതറിയിട്ടില്ല. അവര് പഠിച്ച സത്യം ഏത് കക്ഷികളുടെ മുന്നിലും തുറന്നു പറഞ്ഞ അനുഭവങ്ങളും പാരമ്പര്യവുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കുള്ളത്. അത് ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തുടരുക തന്നെ ചെയ്യും. അതിൽ സർവ്വ പണ്ഡിതന്മാരുടെയും സാധാരണക്കാരുടെയും പിന്തുണ, പണ്ഡിതന്മാർക്ക് ഈമാനുള്ളവരാണെങ്കിൽ അവരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ഞാനിത് പറഞ്ഞു വരുന്നത്, ആരെങ്കിലും അതാ പണ്ഡിതന്മാര് നിയമം പറയുമ്പോ അതിനെ അവരുടെ വിദ്യാഭ്യാസമോ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനമോ ഒന്നും ചൂണ്ടിക്കാണിച്ച് പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്താൻ ഇവിടെ ആരും വളർന്നിട്ടില്ല, ആരെയും വളരാൻ അനുവദിക്കുകയും ഇല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമം പറയും. അത് പണ്ഡിതന്മാര് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ തീവ്രവാദികൾ വളരുമായിരുന്നു, ഇവിടെ ഭീകരവാദികൾ വളരുമായിരുന്നു, ഇവിടെ അക്രമകാരികൾ വളരുമായിരുന്നു, ഇവിടെ വർഗീയവാദികൾ വളരുമായിരുന്നു. മുസ്ലിം സമുദായത്തിന് ശരിയായ ഡയറക്ഷൻ കൊടുക്കേണ്ട ബാധ്യതയുള്ളവരാണ് മുസ്ലിം പണ്ഡിതന്മാർ. അവരത് നിർവഹിച്ചുകൊണ്ടേ ഇരിക്കും. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ നൽകിയതാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും ലാ യദുർറുഹും മൻ ഖാലഫഹും. ഒരു വിഭാഗം എപ്പോഴും സത്യത്തിന്റെ മേൽ വിജയിക്കുന്നവരായി നിലകൊണ്ടേയിരിക്കും. അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൻ. പക്ഷേ ചിലപ്പോൾ ത്യാഗം സഹിക്കേണ്ടി വരും, ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, ചിലപ്പോൾ വേദന സഹിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്, അത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതേപോലെ മഹാനായ അഹ്മദ് ഇബ്നു നസ്ർ ഖുസായി റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ടി കൊന്നുപോയത് അതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞ വകയിലാണ്. പക്ഷെ അതിനൊന്നും അവരൊരു വിലയും കൽപ്പിച്ചില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്തിനപ്പുറം ഒരാളും ജീവിക്കൂല. അള്ളാഹു നിശ്ചയിക്കാത്ത സമയത്ത് മുൻകൂട്ടി ആരും മരിക്കൂല. മരിക്കുന്ന സമയത്ത് ഷഹീദായി മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കതൊരു വിഷയമേ അല്ല. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു.
അതെ, അതാണല്ലോ നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ച് പണ്ഡിതന്മാർ ശരിയായ ദിശയിൽ ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം അതിവിപുലമായി നമുക്ക് നടത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.